വിഴിഞ്ഞത്ത് നിന്ന് അശ്വിൻ ഡിയാഗോ നമ്മളോടൊപ്പം ചേരുകയാണ്. അശ്വിൻ, ഇന്നലെ ഈ പ്രതിസന്ധി ഉണ്ടായതിനു ശേഷം പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല, അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊന്നും ഏകോപിപ്പിക്കപ്പെടുന്നില്ല തുടങ്ങിയ ഒരുപാട് വിമർശനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, പ്രതിഷേധവും ഉണ്ടായിരുന്നു. മന്ത്രിയും MLA-യും ഒക്കെ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. ഇപ്പോഴും രണ്ടുപേർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. എന്താണ് നാട്ടുകാർക്ക് ഇപ്പോൾ പറയാനുള്ളത്? മാധു, ആ ആരോപണങ്ങൾ അതേപടി തന്നെ നിൽക്കുകയാണ്. ഇപ്പോഴും പരിശോധന ശക്തമല്ല എന്നൊരു ആരോപണം നാട്ടുകാർ പറയുന്നുണ്ട്. ഞാൻ ഇപ്പോഴുള്ളത് കഴിഞ്ഞ ദിവസം അപകടം നടന്നതിന് സമീപത്താണ് ഉള്ളത്. ഈ കാണുന്ന മേഖലയിലാണ് രണ്ടുപേർ ഈ വള്ളത്തിൽ അതിശക്തമായ തിരയിൽപ്പെട്ട വള്ളത്തിൽ നിന്ന് തെറിച്ചു വീണ അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ മേഖലയിൽ സ്ഥിരം ഇത്തരത്തിൽ ഈ മത്സ്യബന്ധന ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്നതും ഈ മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും ശക്തമാകുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ കടൽക്ഷോഭത്തിൽ രണ്ടുപേരെ കൂടി കാണാതായിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ ഒരാളുടെ മൃതദേഹം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. മറ്റൊരാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇപ്പോൾ കോസ്റ്റൽ പോലീസ് തൽക്കാലം തിരച്ചിൽ അവസാനിപ്പിച്ച് തിരിച്ച് എത്തിയിട്ടുണ്ട്. കാരണം ഈ തിര അതിശക്തി പ്രാപിക്കുകയാണ്. കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാവാനുള്ള സാധ്യതയുള്ളതിനാൽ കോസ്റ്റൽ പോലീസ് തിരിച്ച് ഈ പരിശോധന അവസാനിപ്പിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുകയാണ്. അവർ അവരുടേതായ വള്ളങ്ങൾ അതുപോലെ തന്നെ മത്സ്യബന്ധന ബോട്ടുകൾ ഉപയോഗിച്ച് ആ കാണുന്ന മേഖലയിലെല്ലാം തന്നെ പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരാളെ കൂടിയാണ് വിഴിഞ്ഞത്ത് നിന്ന് കണ്ടെത്താനുള്ളത്. അതേസമയം മുതലപ്പുഴയിൽ നിന്നുകൂടി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. രണ്ടുപേരെയാണ് മൊത്തത്തിൽ ഇനി കണ്ടെത്താനുള്ളത്. വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞത്ത് ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്.